ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇതുവരെ ഇങ്ങനെ ഫ്രണ്ടിൽ വന്നിരുന്ന് സംസാരിച്ചിട്ടില്ല. ഞാൻ ഇതുവരെ എല്ലാം വോയിസ് ഓവറാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഞാനിപ്പോൾ ഫ്രണ്ടിൽ വന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ന്യൂ ഇയർ ഒക്കെ ആണല്ലോ. അപ്പം ഞാൻ എല്ലാവരും നേരിട്ട് വന്ന് വിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് അധികം പേരൊന്നും ഈ വീഡിയോ കാണുന്നില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ഒത്തിരി ഗ്രേറ്റ്ഫുള്ളാണ്. കാരണം ഞാൻ 1 വീക്ക് ആയിട്ടുള്ള വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ എനിക്ക് 70 സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ ഈ 1 വീക്കിനുള്ളിൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആവുമെന്നൊക്കെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചൊരു കാര്യമേ അല്ല. അപ്പം ഇത് തന്നെ ഞാൻ ഒത്തിരി ഹാപ്പിയാണ് അതിൽ, ഞാൻ ഒത്തിരി ഗ്രേറ്റ്ഫുള്ളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം ഞാൻ നേരിട്ട് വന്ന് വിഷ് ചെയ്യാമെന്നുള്ളത്. സബ്സ്ക്രൈബേഴ്സിന് മാത്രമല്ല, ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും ഞാൻ നേരിട്ട് വന്ന് ന്യൂ ഇയർ വിഷ് ചെയ്യാമെന്നുള്ളത്. അതിനാണ് ഞാൻ വന്നത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. പിന്നെ ന്യൂ ഇയർ ആയിട്ട് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, നമുക്കിപ്പം 2025 നമുക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവാം, നമുക്ക് ഒത്തിരി ചീത്ത കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവാം, നമ്മൾ ഒത്തിരി ചെയ്യണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവാം, പലതും നമുക്ക് ചെയ്യാൻ പറ്റാതിരുന്നിരിക്കാം. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് ആരും വിഷമിക്കരുത്. നമുക്കിനി 2026 ഫ്രണ്ടിൽ കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് സമയമുണ്ട്. അപ്പോൾ നമുക്ക് ഈ വർഷം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം നമുക്കിനി നെക്സ്റ്റ് ഇയറിൽ ചെയ്യാം. അത്രയേ ഉള്ളൂ. നമ്മൾ വർക്ക് ചെയ്യുക, നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. നമുക്ക് അച്ചീവ് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. ഫോർ ഷുവർ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും, അത് ഉറപ്പാണ്. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്, എന്നാണല്ലോ. അപ്പോൾ അതേപോലെ നമുക്കൊരു സമയമുണ്ട്. ആ സമയമാകുമ്പോൾ മാത്രമേ നമുക്ക് നടക്കേണ്ട കാര്യങ്ങളെല്ലാം ആ സമയമാകുമ്പോഴാണ് നടക്കുള്ളൂ. പക്ഷെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ ഉറപ്പായിട്ടും നമ്മൾ നടക്കും. നമ്മൾ മനസ്സുകൊണ്ട് അത്രയും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്ക് സമയമാകുമ്പോൾ അത് ഉറപ്പായിട്ടും നടന്നിരിക്കും. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. 2026 നമ്മൾ ഹാപ്പി ആയിട്ട് വെൽക്കം ചെയ്യാം. നമ്മൾ എല്ലാവരും ഹാപ്പി ആയിട്ട്, നമ്മുടെ ചുറ്റുമുള്ളവരെ ഹാപ്പി ആയിട്ട് വയ്ക്കാൻ ശ്രമിക്കുക. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിശ്വാസം ഞാൻ അറിയിക്കുകയാണ്. സോ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നല്ലൊരു ഇയർ ആവട്ടെ, എല്ലാവർക്കും ഇത് നല്ലൊരു ഇയർ തന്നെ ആവട്ടെ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും കയറി സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, ഹാപ്പി ന്യൂ ഇയർ. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.